സൈഫുനിസ, കോടതിയുടെ ഉത്തരവുകൾ അനുസരിക്കേണ്ടതിനു പകരം തെറ്റായ ചില നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും മറ്റു ചിലരിൽ നിന്ന് സ്വീകരിച്ച് അഭിഭാഷകരുടെ ഉപദേശങ്ങൾ പോലും തൃണവത്ഗണിച്ചുകൊണ്ട് ഇന്നലെ ഒരു ദിവസം ബോബി ചെമ്മണ്ണൂർ എടുത്ത ആ തെറ്റായ തീരുമാനത്തിന് വലിയ വില നൽകേണ്ടി വരും എന്ന അവസ്ഥയിലേക്കാണോ കാര്യങ്ങളുടെ പോക്ക്? ഇന്ന് രാവിലെ ബോബി ചെമ്മണ്ണൂർ പ്രതികരിക്കുമ്പോൾ വലിയ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ? അരുൺകുമാർ, ഇതിൽ നമ്മൾ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ കേസ് ഹണി റോസ് ഈ പരാതി ഉന്നയിച്ചത് മുതൽ പരാതി നൽകിയത് മുതൽ ഓരോ സംവിധാനവും, അതായത് പോലീസ് ആണെങ്കിലും കോടതിയാണെങ്കിലും എല്ലാം തന്നെ ഇതിലെടുത്തൊരു സ്റ്റാൻഡുണ്ട്. ആ സ്റ്റാൻഡ് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. പരാതി കിട്ടി കേസ് അടുത്ത മണിക്കൂറിൽ തന്നെ രജിസ്റ്റർ ചെയ്യുന്നു. അത് 24 മണിക്കൂർ പോട്ടെ, 12 മണിക്കൂർ പോലും ആകുന്നതിന് മുമ്പ് ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഒരാളെ വയനാട് പോയി പോലീസ് കസ്റ്റഡിയിലെടുത്തു. അവിടെ നിന്ന് റോഡ് മാർഗം വൈകിട്ടോടുകൂടി ഇവിടെ എത്തിച്ച് ഒരു ദിവസം പോലീസ് ലോക്കപ്പിൽ കിടത്തി പിറ്റേ ദിവസം കോടതിയിൽ ഹാജരാക്കി. കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് കോടതി റിമാൻഡ് ചെയ്തത്. കോടതി റിമാൻഡ് ചെയ്ത് മാത്രമല്ല, ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തു. ജാമ്യാപേക്ഷ തള്ളി പിന്നീട് ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി രൂക്ഷ വിമർശനം നടത്തിയാണ് ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നൽകിയത്. അത് ജാമ്യം നൽകേണ്ടതല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ജാമ്യം നൽകിയത്. അപ്പോൾ അതിൽ കാണിക്കേണ്ട ഒരു സൂക്ഷ്മത, അതല്ലെങ്കിൽ ഈ ജയിലിൽ നടത്തേണ്ട ഒരു അച്ചടക്കം എന്നതൊന്നും ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. ഇതനുസരിച്ച് ജയിൽ അധികൃതരും ഒപ്പം തന്നെ പോലീസും ഈ വിഷയത്തിൽ കോടതിക്ക് റിപ്പോർട്ട് നൽകുമെന്നുള്ളത് തീർച്ചയാണ്. 12 മണിക്ക് അഭിഭാഷകരുടെ വാദം മാത്രമായിരിക്കില്ല, പ്രോസിക്യൂഷന്റെ വാദവും ഇത് സംബന്ധിച്ച് കോടതി കേൾക്കേണ്ടി വരും. കാരണം ഒരു വിഷയത്തിൽ ഇത്രയും വലിയ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ഒരാൾക്കും ജാമ്യം നൽകി അയാൾ പുറത്തിറങ്ങേണ്ട ഘട്ടത്തിൽ അയാൾ പുറത്തിറങ്ങുന്നില്ല എന്ന് തീരുമാനിക്കുകയും അതിനുമപ്പുറത്ത് തന്നെ ഇത്തരം കോലാഹലങ്ങളൊക്കെ ഈ കോടതി ജയിലിന് പുറത്ത് നടക്കുന്നു. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടാണ് ഇവിടെ പടക്കം പൊട്ടിക്കാൻ ആഘോഷിക്കുന്നു. ഇവിടെ ഞങ്ങൾ പടക്കം പൊട്ടിക്കുവാനും മാലയിടുവാനും തീരുമാനിച്ചിരിക്കുകയാണ്. ബോച്ചയുടെ വീടിന് മുമ്പിൽ കൊണ്ടുപോയി മാലയിടാനും പടക്കം പൊട്ടിക്കാനും തീരുമാനിച്ചാണ് മെൻസ് അസോസിയേഷൻ പോകുന്നത്. അതായത് ഇത്തരം പല കോലാഹലങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. ഇതെല്ലാം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇയാൾ ഒരു ദ്വയാർത്ഥ പ്രയോഗത്തിന്റെ പേരിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങുന്ന ഒരു തടവുകാരന് ഈ വിധത്തിൽ സ്വീകാര്യതയും ഈ രീതിയിൽ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കലും എല്ലാം നടത്താൻ ഒരുങ്ങുന്നു. അതുകൂടാതെ തന്നെ ഇയാൾ തന്നെ, നമ്മൾ ഈ അറബിക്കഥയിൽ ശ്രീനിവാസൻ ഒരു കുറിപ്പുമായി നടക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് സിനിമയിൽ, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന്. അങ്ങനെ ജയിലിനകത്ത് റിമാൻഡ് തടവുകാരുടെ പ്രശ്നങ്ങൾ പഠിക്കാനല്ലല്ലോ ബോബി ചെമ്മണ്ണൂരിനെ കോടതി ജയിലിലേക്ക് അയച്ചത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കോടതിയുടെ പരിഗണനയിലുണ്ട്. അതുകൊണ്ടാണ് കോടതി പറഞ്ഞത് ജയിലിൽ നാടകം കളിക്കരുത് എന്ന്. ഈ കേസിന്റെ തുടക്കത്തിൽ തന്നെ എല്ലാ സംവിധാനങ്ങളും എടുത്ത കർക്കശ നിലപാട് തന്നെയാണ് കോടതി ആവർത്തിക്കുന്നത്. 12 മണിക്ക് അത് ബോബി ചെമ്മണ്ണൂരിന് എതിരായി തന്നെ മാറുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇൻഫോ പാർക്ക് പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇൻഫോ പാർക്ക് പോലീസ് മെൻസ് അസോസിയേഷൻ അംഗങ്ങളടക്കമുള്ളവരോട് ഈ കേസ്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്ഫോടക വസ്തുവാണ്, അതായത് ഒരു തിരക്കേറിയ റോഡാണ്, നമുക്ക് കാണാം മെട്രോയുടെ വർക്കൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിന്റെ അരികത്തായി കൊണ്ടുപോയി മാലപ്പടക്കം പോലെ കൊണ്ടുവന്ന് പൊട്ടിക്കാനായി ഇവിടെ കൊണ്ടുവന്ന അടക്കമുള്ള കാര്യങ്ങൾ കേസായി തന്നെ പരിഗണിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. സാറേ, ഇതിലെ എന്താണ് സാർ നടപടി? ഇവര് പറയുന്നത് പ്രതിഷേധിക്കാൻ വന്നതല്ല, കാണാൻ വന്നതാണെന്ന് പറയുന്നത്. മാലയിടാൻ വന്നാണെന്നാണ് ഇപ്പൊ പറയണത്. സാറേ, പേര് പറയാവോ? സുലേഖ. എവിടെ വീട് എവിടെ? സുലേഖ എന്നാണ് വീട് പറയുന്നില്ല. പിന്നെ അടുത്ത് ഇല്ല, ഇവരെ ചോദിച്ചു ഞാൻ. പോലീസ് വിവരങ്ങൾ തേടുകയാണ്. അതായത് ഈ ഭാഗത്ത് സംഘടിച്ചവരുടെ, അതൊരു ജയിലാണ്, ജയിൽ പരിസരത്ത് സംഘടിക്കുകയും ഒപ്പം തന്നെ മാലപ്പടക്കം പോലീസ് പ്രതിഷേധിക്കാനല്ലെങ്കിൽ റോഡ് തടസ്സപ്പെടുത്തില്ല. പിന്നെ വേറൊരു ഒരു സ്ത്രീ കൂടി ഉണ്ടായിരുന്നു. ചേച്ചിയുടെ പേരെന്താ? എവിടെ സ്ഥലം? എറണാകുളം. സാറേ, എറണാകുളത്ത് എവിടെ? പ്രസന്ന. സാറേ, താന്തോന്നിത്തുരുത്തിലുള്ള പ്രസന്ന. ആ സാർ, മറ്റേത് സുലേഖ. പിന്നെ അസോസിയേഷന്റെ സെക്രട്ടറി പ്രസിഡന്റ്, അങ്ങനെ 4 പേരും. പിന്നെ ഒരു 30-35 ആളുകൾ. അങ്ങനെ സാർ അവരിൽ ആദ്യം ഉണ്ടായിരുന്ന കൂടുതൽ ആളുകൾ പിരിഞ്ഞു പോയി. ഇപ്പൊ ഏതാണ്ട് കുറച്ച് സാർ ഇവിടെ തന്നെ ഉണ്ട്. അങ്ങനെയാണ് ഞാൻ ഇവരോട് നിൽക്കാൻ പറയണ സാറേ. സാർ
അറസ്റ്റ് ചെയ്യാനാണ് തോന്നുന്നത്. പോലീസുകാർ പറയുന്നത് വലിയ വണ്ടി വിളിക്കാനാണ് പറയുന്നത് ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട്. എന്താണ് സാർ നടപടി? എന്താണ് നടപടി? നമ്മളൊരു ആക്ഷൻ, ഒരു പരാതി അല്ലെങ്കിൽ അതുപോലെ സംഭവം ഒഫൻസ് ഉണ്ടായിക്കഴിഞ്ഞാലേ നടപടി. ഇപ്പൊ ഒഫൻസ് ഒന്നും ഉണ്ടായില്ല. അവരിവിടെ വന്ന് നിന്നു, ഞങ്ങൾ പറഞ്ഞപ്പോ അനുസരിച്ചു. പോലീസ് ശല്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞപ്പോ അവര് പോവുകയാണ്. പിന്നെന്താ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇവരെ പോലീസ് പറഞ്ഞതെല്ലാം കേൾക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വേറെ നടപടികളിലേക്ക് പോകേണ്ട എന്നുള്ളതാണ് ഇപ്പോൾ ഇൻഫോ പാർക്ക് SI റഫീഖ് തന്നെ പറയുന്നത്. ഇവരുമായി സംസാരിച്ചു. ഇപ്പോൾ മാലപ്പടക്കം കൊണ്ടുവന്നത് പോലീസ് മേടിച്ച് ജീപ്പിനകത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞു. ഇവർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ തയ്യാറാണ്. എന്തായാലും പേര് വിവരങ്ങളൊക്കെ പോലീസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ഭയന്നു പിരിഞ്ഞു പോവുകയാണോ? നിങ്ങൾ പിരിഞ്ഞു പോവുകയാണോ? ഇവിടെ നിന്ന് പോകുന്നു. ബോബി ചെമ്മണ്ണൂരിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിന് മാലയിട്ട് അവിടെ ഞങ്ങൾ പടക്കം പൊട്ടിക്കും. അതിനുള്ള ശ്രമമാണ് ഇപ്പൊ നടക്കുന്നത്. വീട് എവിടുത്തെ വീട്ടിലാ? തൃശ്ശൂർ അമ്മയുടെ വീട്ടില, പുള്ളിക്കാരന്റെ അമ്മയുടെ വീട്ടിലാ. ഇപ്പൊ തൃശ്ശൂരിലേക്കാ പോകുന്നത്? അതെ, തൃശ്ശൂരിലേക്ക് പോകുന്നത്. ഇവിടെ നിന്ന് നേരെ തൃശ്ശൂരിലേക്കാണ് പോകുന്നത്. തൃശ്ശൂരിലെ ബോബി ചെമ്മണ്ണൂരിന്റെ അദ്ദേഹത്തിന്റെ വീടിന്റെ മുൻപിൽ മാലയിട്ട് മാലപ്പടക്കം പൊട്ടിച്ച് ബോബി ചെമ്മണ്ണൂരിനെ കാണാനായി മെൻസ് അസോസിയേഷൻ അംഗങ്ങൾ പോവുകയാണ്. എന്തായാലും ഈ ഭാഗത്ത് നിന്ന് പിരിഞ്ഞു പോകാൻ ഇൻഫോ പാർക്ക് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 12 മണിയോടുകൂടി ബോബി ചെമ്മണ്ണൂരിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. അതിനു മുമ്പ് തന്നെ ഇനിയിപ്പോൾ ഇവർക്കെതിരെ കേസെടുക്കുമെന്ന് കൂടി ഇൻഫോ പാർക്ക് പോലീസ് പറഞ്ഞിരുന്നു. അതായത് ഈ സ്ഫോടക വസ്തു കയ്യിൽ വെച്ച് അടക്കമുള്ള കാര്യങ്ങളിൽ പരിഗണിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിരുന്നു. അത് ഭയന്നുകൂടിയാണെന്ന് തോന്നുന്നു. ഇപ്പൊ പെട്ടെന്ന് പിരിഞ്ഞു പോകാമെന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും ഇനി കൂടുതൽ സമയം ഇവർ തുടരില്ല.